ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കേരളത്തിലെ നദികളെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 10 മുൻവർഷ ചോദ്യങ്ങളും ബാക്കി മോഡൽ ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അപ്പം നമുക്കറിയാം കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. അതിൽ 41 എണ്ണം എങ്ങോട്ടാണ് പോകുന്നത്? 41 എണ്ണം പടിഞ്ഞാറോട്ടാണ് പോകുന്നത്. ബാക്കി 3 എണ്ണം എവിടേക്ക് പോകുന്നു? കിഴക്കോട്ട് ഒഴുകുന്നു. ഓക്കെ, 3 എണ്ണം കിഴക്കോട്ടാണ് ഒഴുകുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? പാമ്പാറ് കിഴക്കോട്ടല്ല, ഭാരതപ്പുഴ കിഴക്കോട്ടല്ല, പാമ്പാറ് കിഴക്കോട്ടാണ്, ഭവാനി കിഴക്കോട്ടാണ്, പെരിയാറ് കിഴക്കോട്ടല്ല. ഇനി നമ്മൾ പറഞ്ഞു 3 എണ്ണം ഉണ്ട്. അതിൽ 2 ആളുകളെ ഇവിടെ ഓൾറെഡി തന്നു. ആരൊക്കെയാണ്? ഭവാനിയും പാമ്പാറും. ഇനി വിട്ടുപോയതാരാ? അത് കബനിയാണ്. അപ്പൊ കബനി, ഭവാനി, പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ. പക്ഷെ ഇവിടെ ആൻസർ ഏതാണ് വരിക? 2ഉം 3ഉം ആണ് ഓപ്ഷനിൽ വേണ്ടത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ്. അതായത് പാമ്പാറും ഭവാനിയുമാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഓക്കെ ആണോ? ഈ 3 നദികളും, അതായത് കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്ന നദികൾ ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരി നദിയുടെ പോഷക നദികളാണ് ഈ 3 എണ്ണം. ഇതിൽ ഏറ്റവും നീളം കൂടിയത് ഏത് നദിയാണ്? നീളം കൂടിയത് കബനിയാണ്. ഏറ്റവും നീളം കുറഞ്ഞത് ഏതാണ്? അത് പാമ്പാറാണ്. നീളം കുറഞ്ഞത് പാമ്പാറാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? മാർത്താണ്ഡവർമ്മ പാലം ഏത് നദിക്ക് കുറുകെയാണ്? അത് പെരിയാർ നദിക്ക് കുറുകെയാണ്. ഓപ്ഷൻ ഡി, പെരിയാർ നദി. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നദി. കേരളത്തിൻ്റെ എന്താ അറിയപ്പെടുന്നത്? കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം നമുക്കറിയാം കേരളത്തിലെ നദികളിൽ നീളത്തിൽ എത്രാം സ്ഥാനമാണ്? 1-ാം സ്ഥാനം പെരിയാർ കൊണ്ടുപോയി. 2ാമത്തെ ഏറ്റവും വലിയ നദിയാണ് ഭാരതപ്പുഴ. അതിൻ്റെ ഉത്ഭവസ്ഥാനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ തന്നെയാണ്. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് നിന്നാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ആനമല നിരകൾ. അതിലെ പോത്തന്നൂരിനടുത്ത് നിന്നാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി ഇവിടെ അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? അപ്പം നമുക്കറിയാം ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് ഭാരതപ്പുഴ. പിന്നെ അത് ഒഴുകുന്ന ജില്ലകൾ കൂടി തന്നിട്ടുണ്ട്: പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഭാരതപ്പുഴ. ഇനി 5ാമത്തെ ചോദ്യം. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന കേരളത്തിലെ പ്രധാന നദി. അതും നമ്മൾ പറഞ്ഞത് തന്നെ അല്ലേ, പല രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. ഓപ്ഷൻ ബി, ഭാരതപ്പുഴ തന്നെയാണ്. തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആനമലയിൽ പോത്തന്നൂരിനടുത്ത് വെച്ചിട്ടാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നതെന്ന് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതിനു മുമ്പേ ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഒന്ന് പ്രധാനപ്പെട്ടതാണ്, ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇതിന് കോഡൊക്കെ ഉണ്ട്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ്? ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ അല്ലെങ്കിൽ ചിറ്റൂർ പുഴ, കൽപ്പാത്തിപ്പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ. ഇവരെല്ലാവരും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കുന്തിപ്പുഴയെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നതാണ്. പക്ഷേ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ചോദിക്കുന്നത് എങ്കിൽ അത്
തൂതപ്പുഴയാണ്. വ്യത്യാസം മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പം കുന്തിപ്പുഴയെക്കുറിച്ച് പറയുവാണെങ്കിൽ വേറെയും പോയിന്റുകളൊക്കെ ഉണ്ട്. മലിനീകരണം ഏറ്റവും കുറഞ്ഞ പുഴയും കൂടിയാണ് ഏത്? കുന്തിപ്പുഴ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ചോദ്യം വരുന്ന സമയത്ത് പറയാം. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, പമ്പാ നദിയുടെ തീരവുമായി ബന്ധം ഇല്ലാത്ത പുണ്യക്ഷേത്രം. 6ാമത്തെ ചോദ്യം, പമ്പാ നദിയുടെ തീരവുമായി ബന്ധം ഇല്ലാത്ത പുണ്യക്ഷേത്രം, അത് കടമ്മനിട്ടയാണ്. ഓപ്ഷൻ എ കടമ്മനിട്ട. അപ്പോൾ പമ്പാ നദിയെക്കുറിച്ച് പറയുവാണെങ്കിൽ എന്തൊക്കെ പേരിലാണ് അത് അറിയപ്പെടുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. പിന്നെയോ പ്രാചീന കാലത്ത് അത് അറിയപ്പെട്ടിരുന്ന പേരാണ് ഭാരിസ് എന്ന് പറയുന്നത്. പ്രാചീന കാലത്ത് ഭാരിസ് എന്നറിയപ്പെട്ട നദിയാണ് പമ്പ. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യം, ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഷോളയാർ അണക്കെട്ട്, അത് ഓപ്ഷൻ എ ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ടതാണ് ഷോളയാർ അണക്കെട്ട്. വേറെയും ഒരു അണക്കെട്ട് നമ്മൾ പ്രധാനപ്പെട്ടത് പഠിക്കുന്നത് ഏതാണ്? ഇത് പെരിങ്ങൽകുത്ത്, അതേപോലെ തന്നെ ഷോളയാർ അണക്കെട്ടൊക്കെ ചാലക്കുടി പുഴയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി ചോദിച്ചാലും നമ്മുടെ ചാലക്കുടി പുഴ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യമാണ്. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെയാണ്? കുന്തിപ്പുഴയുടെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ കുന്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദികളിൽ പ്രധാനപ്പെട്ടതാണ് കുന്തിപ്പുഴ. നമ്മൾ എന്തൊക്കെ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നു അല്ലേ. പിന്നെ ഇപ്പോൾ പാത്രക്കടവ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കുന്തിപ്പുഴയുടെ ഭാഗമാണ്. പിന്നെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ഇത്രയും പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം. ഇത് ഇന്നലെയും നമ്മൾ പറഞ്ഞു. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല അത് വയനാട്ടിലാണ്. ഏത് നദിയിലാണെന്ന് ചോദിച്ചാലോ, കബനി നദിയിലാണ് ഏതുള്ളത്? ബാണാസുര സാഗർ ഡാം ഉള്ളത്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ടാണ് ഏത്? ബാണാസുര സാഗർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ കേട്ടോ, മണൽ അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം. ഇനി 10ാമത്തെ ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, കബനി, ഭവാനി, പാമ്പാറൊക്കെ കാവേരി നദിയുടെ പോഷക നദിയാണ്. ഓക്കെ, അപ്പോൾ PYQ കഴിഞ്ഞു. ഇനി നമുക്ക് മോഡൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ. കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇപ്പം എല്ലാം കാണുന്നുണ്ടല്ലോ. ശരിയായതാണ് നമുക്ക് വേണ്ടത്. ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത്തത് നോക്കൂ. 100 കിലോമീറ്റർ കൂടുതലുള്ള 12 നദികളാണ് കേരളത്തിൽ ഉള്ളത്. അതായത് 100 കിലോമീറ്ററിൽ അധികം നീളമുള്ള 12 നദികളാണോ കേരളത്തിലുള്ളത്? അല്ല, 11 നദികളാണുള്ളത്. സോ ഒന്നാമത്തത് തന്നെ തെറ്റിപ്പോയി. 2, കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ ആണെന്ന് പറയുന്നു. അതും ശരിയാണ്. മൂന്നാമത്തത്, കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പാമ്പാർ. ആണോ? അല്ല, ഇത് ഏറ്റവും നീളം കുറഞ്ഞതാണ് പാമ്പാർ. ഏറ്റവും നീളം കൂടിയത് നമ്മൾ കബനിയാണെന്നാണ് പഠിച്ചത്. സോ മൂന്നാമത്തതും തെറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ് വരിക? 2 മാത്രമാണ് ശരി. സോ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് മഞ്ചേശ്വരം പുഴയാണ്. ഓപ്ഷൻ സി മഞ്ചേശ്വരം പുഴ. എത്രയാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്? 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. ഇതെവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? കാസർഗോഡ് ജില്ലയിലെ ബാലപ്പൂണി കുന്ന്. ഏതാണ്? ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് ഈ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. എവിടെയാണ് അത് പതിക്കുന്നത്? ഉപ്പള കായലിലാണ് പതനം. ഓക്കെ, വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കാരണം കാസർഗോഡ് ജില്ലയിലാണ് അങ്ങ് അറ്റത്തുള്ള ഒരു നദിയാണ് മഞ്ചേശ്വരം പുഴ കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തെ അല്ല, ഇതിൽ നമ്പർ 4 ആണ് കേട്ടോ. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി.
അത് പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഡാം സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. ഓക്കെ, ഇനി 5ാമത്തെ ചോദ്യം, പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ശരിയായതാണ് കാണുന്നുണ്ടല്ലോ, ശരിയായതാണ് നമുക്ക് വേണ്ടത്. നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. അത് ശരിയാണ്, കാരണം ജലസേചന പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് പെരിയാറിലാണ് അണക്കെട്ടുകൾ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞു. ഭാരതപ്പുഴയിലാണ് ജലസേചന പദ്ധതികൾ ഏറ്റവും കൂടുതൽ നിർമ്മിച്ചിരിക്കുന്നത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്താണെന്ന് പറയുന്നു. ശരിയാണോ? അല്ല അല്ലേ, പമ്പാ നദിയുടെ തീരത്തല്ല, ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം എന്ന് നമുക്ക് അറിയാം. 3, വിവാദമായ പാത്രക്കടവ് പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് കുന്തിപ്പുഴയിലാണ്. അതെ, ശരിയാണ് കേട്ടോ. അപ്പോൾ 1ഉം 3ഉം ശരിയാണേ. 4ാമത്തത്, നിളയുടെ കവി എന്നറിയപ്പെടുന്നത്. പി എന്ന് കാണുമ്പോഴേക്ക് ചാടിക്കയറി ശരിയാന്ന് വിചാരിക്കരുത്. പി കുഞ്ഞനന്ദൻ നായർ എന്നാ തന്നിരിക്കുന്നത്. അത് തെറ്റാണല്ലോ. കാരണം എന്താണ്? പി ആണ് എന്താ പേര്? പി കുഞ്ഞിരാമൻ നായർ എന്നാണ് നമ്മൾ പഠിച്ചത്. പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. സോ 4ാമത്തത് തെറ്റ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നിളയുടെ കവി നമ്മൾ പറഞ്ഞു. നിളയുടെ കഥാകാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് MT ആണ് കേട്ടോ, MT. ഓക്കെ, ഇനി 6ാമത്തെ ചോദ്യത്തിലേക്കാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? അത് പമ്പയാണ്. പമ്പ നദിയുടെ തീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. മാമാങ്കം ആണെങ്കിൽ അത് ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴ. മാരാമൺ കൺവെൻഷൻ ആണ് ഏത്? പമ്പ നദിയുടെ തീരത്ത് നടക്കുന്നത് കേട്ടോ. ഇനി 7ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഇതിൽ ശരി തെറ്റ് എന്നൊക്കെയാണ് ഓപ്ഷൻസിലുള്ളത്. ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദിയാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നു. ശരിയാണോ? അല്ല, പെട്ടെന്ന് ശരിയാണെന്ന് തോന്നും. കാരണം ചാലക്കുടി പുഴയല്ല, ചാലിയാറിലാണ് എന്ത് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. സോ 1 എന്താണ്? തെറ്റാണ് കേട്ടോ. 2ാമത്തതോ, SK പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന നോവലിൽ പരാമർശിക്കുന്ന നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ. അത് ശരിയാണ്. സോ 1 തെറ്റ് 2 ശരി എന്നുള്ളത് വരുന്ന ഓപ്ഷൻ ബി ആണ് 7ാമത്തതിൻ്റെ ആൻസർ വരിക. 8ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമായ വൈന്തല തടാകം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്സ്ബോ തടാകം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ചാലക്കുടി പുഴയിലാണ്. ഓപ്ഷൻ സി, ചാലക്കുടി പുഴ. ഇനി 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഓക്കെ, 9, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നു. അത് ശരിയാണ്. കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെയ്യാറിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാണ്. 3, മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT ആണോ? അല്ല, മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് അത് M മുകുന്ദനാണ്. നിളയുടെ കഥാകാരനാണ് MT, മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദനാണ്. മയ്യഴിപ്പുഴ അറിയാലോ, കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. സോ 1ഉം 2ഉം ശരിയും 3ാമത്തത് തെറ്റുമായതിനാൽ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ വരും. 1ഉം 2ഉം ശരി, 3 തെറ്റ്. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതാണ്? 16 കിലോമീറ്റർ ആണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണെന്ന് പറഞ്ഞു. കാസർഗോഡ് ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവം. ഉപ്പളക്കായലാണ് പതനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കി നോക്കൂ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ്.
പാലരുവി വെള്ളച്ചാട്ടം കല്ലടയാറിലാണ്. ശരി. 2, വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കുറുമാലിപ്പുഴ എന്ന് പറയുന്നു. അത് ശരിയാണോ? അല്ല, കുറുമാലിപ്പുഴയല്ല. ഏതാണ്? വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പരാമർശിച്ചിരിക്കുന്ന പുഴ കോരപ്പുഴയാണ്. കോരപ്പുഴ കേട്ടോ, കോരപ്പുഴ. അപ്പോൾ 2 തെറ്റാണ്. 3, തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി എം മുകുന്ദൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം. അപ്പോൾ തൂതപ്പുഴയെ ആസ്പദമാക്കിയിട്ട് തന്നെ ഉള്ളതാണ് ഗുരുസാഗരം. പക്ഷെ എം മുകുന്ദൻ അല്ല. ആരാണ്? OV വിജയൻ രചിച്ച നോവലാണ്, കൃതിയാണ് ഏത്? ഗുരുസാഗരം എന്ന് പറയുന്നത്. അതാണ് അതിലെ തെറ്റ്. സോ 3ാമത്തതും തെറ്റാണ്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 11ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1 മാത്രം ശരി. ഇനി 12ാമത്തെ ചോദ്യം. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി അത് കബനിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒന്നാണ് കബനി. അതിൽ ഏറ്റവും നീളം കൂടിയതാണ് കബനി. കബനിയിലാണ് ഏത്? ബാണാസുര സാഗർ ഡാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി 13ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പാമ്പാറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്, അതായത് തെറ്റായതാണ് നമുക്ക് വേണ്ടത്. പാമ്പാറ് നോക്കി നോക്കൂ. മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി. ശരി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി. ശരി. മുക്കാലി ഡാം സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിലാണോ? അല്ല, മുക്കാലി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭവാനി പുഴയിലാണ്. മുക്കാലി ഡാം ഭവാനിയിലാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. പിന്നെ ലാസ്റ്റത്തും കൂടി വായിക്കാം. ഇരവികുളം ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി. അതുകൊണ്ട് തന്നെ 13ാമത്തതിൻ്റെ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നദികൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ PDF ടെലിഗ്രാമിൽ ഉണ്ടാകും. ഈ വീഡിയോൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുക. അപ്പം താങ്ക് യു.